അപ്പോൾ നമുക്കൊരു ടാങ്ക് സൈക്കിൾ ചെയ്ത് നോക്കിയാലോ? ഈ ഒരു ടാങ്ക് ഇനി വരുന്ന വീഡിയോയിൽ ഞാനൊരു ക്ലോൺ ഫിഷിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈക്കിൾ ചെയ്യാൻ വേണ്ടി എടുത്തൊരു ടാങ്കാണിത്. ഞാൻ മുമ്പ് ഈ ടാങ്കിലാണ് ആദ്യമായിട്ടൊരു ക്ലോൺ ഫിഷിനൊക്കെ സ്റ്റാർട്ട് ചെയ്തൊരു ടാങ്കാണത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടിയും ഈ ടാങ്ക് എങ്ങനെ സൈക്കിൾ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്താണ് ഒരു ടാങ്ക് സൈക്ലിംഗ് എന്ന് പറയുന്നത്? നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. പുതിയൊരു ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളൊരു മറൈൻ അക്വേറിയം സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലരെന്ത് ചെയ്യും, ഷോപ്പിൽ പോകും, നമുക്കൊരു നല്ലൊരു ഫിഷിനെ ഇഷ്ടമായി, അപ്പോൾ നമ്മൾ അവിടുന്ന് സോൾട്ടും ഫിഷിനെ വാങ്ങിക്കും, എന്നിട്ട് നമ്മൾ ടാങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ടാങ്കിൽ അമോണിയ വർദ്ധിക്കുകയും ഇതിന് അമോണിയ സ്പൈക്ക് എന്ന് പറയും. അപ്പോൾ ഈ അമോണിയ ഇങ്ങനെ സ്പൈക്ക് ആവുന്ന കാരണം ഫിഷ് ഭയങ്കര സ്ട്രെസ് ആവുകയും ചിലപ്പോൾ സിക്കാവും, ചിലപ്പോൾ അവ മരിക്കാനും കാരണമാകും. കൊണ്ടാണ് നമ്മളൊരു ടാങ്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൈക്കിൾ ചെയ്യണമെന്ന് പറയുന്നത് നിർബന്ധമാണെന്ന് പറയുന്നത് നമ്മൾ. അപ്പോൾ നമ്മുടെ ടാങ്ക് നമുക്ക് എത്ര ദിവസം കൊണ്ട് നമുക്ക് സൈക്കിൾ ആവുമെന്ന് നമുക്ക് നോക്കാം. ചിലപ്പോൾ 1 വീക്ക് അഥവാ 2 വീക്ക് അല്ലെങ്കിൽ 1 മന്ത്, നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിച്ച് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും നമ്മുടെ ടാങ്ക് സൈക്കിൾ ചെയ്യാനിരിക്കുന്ന ടൈമും. അപ്പോൾ നമുക്ക് ഒരു ടാങ്ക് എങ്ങനെയാണ് സൈക്കിളായെന്ന് മനസ്സിലാവാൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാർഡി ആയിട്ടുള്ള ഫിഷിനെ എടുത്തു. അപ്പോൾ ഈ ഫിഷിനെ നമ്മൾ ഫീഡ് ചെയ്യുന്ന തൊട്ടിട്ട് ഇതിൽ ടാങ്കിൽ അമോണിയ സ്പൈക്ക് ആവുകയും ഈ അമോണിയ നൈട്രേറ്റ് ആയി മാറുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാവും ടാങ്ക് സൈക്കിളായി തുടങ്ങിയെന്ന്. ഇനി നമുക്ക് എന്താണ് സൈക്ലിംഗ് പ്രോസസ്സ് എന്ന് നമുക്ക് നോക്കാം. സൈക്കിൾ ചെയ്യുന്ന ടൈമിൽ മറൈൻ സാൻഡ്, സിറാമിക് മീഡിയ, അതുപോലെ തന്നെ റോക്ക്, ഇവയിൽ നൈട്രിഫൈങ് ബാക്ടീരിയ ഉണ്ടാകുകയും എക്കോറിയത്തിലെ അമോണിയം കൂടി ചേർന്ന് അതിൽ നൈട്രിഫൈങ് ബാക്ടീരിയ ഉണ്ടാകുകയും ഈ നൈട്രിഫൈങ് ബാക്ടീരിയ നൈട്രേറ്റ് ആയി മാറുകയും ചെയ്യും. അപ്പോൾ ഇതാണ് സൈക്ലിംഗ് പ്രോസസ്സ്. ഇനി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു ഗ്രാഫ് രീതിയിൽ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈക്കിൾ ചെയ്യുന്ന സമയത്ത് ടാങ്കിൽ അമോണിയ ആദ്യം സ്പൈക്ക് ആവുകയും അമോണിയ നൈട്രേറ്റായി മാറുകയും, ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അമോണിയയും നൈട്രേറ്റും 0 ലെവലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമിൽ ഫിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഈ അമോണിയയും നൈട്രേറ്റും കൂടിച്ചേർന്ന് അത് നൈട്രേറ്റായി മാറുകയും, അപ്പോൾ ഈ ഒരു സമയത്ത് അപ്പോൾ നമ്മുടെ മറൈൻ അക്വേറിയത്തിൽ നമ്മൾ അമോണിയയും നൈട്രേറ്റും ചെക്ക് ചെയ്യുമ്പോൾ 0 ആവും. അപ്പോൾ ഈ ഒരു പീക്ക് ലെവലിൽ വെച്ചിട്ടാണ് അമോണിയ നൈട്രേറ്റും 0 ആയും നൈട്രേറ്റായി മാറുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടാങ്ക് സൈക്കിളായി എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് നമ്മുടെ അക്വേറിയം റെഡി ഫോർ ദി ഫിഷായി. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ടാങ്ക് അപ്പോൾ സൈക്കിളായെന്ന്. ഇനി നമുക്ക് അപ്പോൾ ഷ്രിമ്പ് മെത്തേഡ് വെച്ചിട്ട് സൈക്കിൾ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ മുമ്പ് ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു 7 വീക്ക് ഞാൻ പിടിച്ചു അക്വേറിയം സൈക്കിളാവാൻ. അപ്പോൾ നമ്മളൊരു ഷ്രിമ്പിനെ എടുത്തിട്ട് നമ്മൾ അക്വേറിയത്തിലേക്ക് ആഡ് ചെയ്യുന്ന തൊട്ടിട്ട് ടാങ്ക് സൈക്കിളായിട്ട് തുടങ്ങും. നമ്മൾ മുമ്പ് ഗ്രാഫിൽ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഈ ഒരു ടൈമിൽ അമോണിയ ഇങ്ങനെ സ്പൈക്ക് ആവുകയും അമോണിയ നൈട്രിഫൈങ് ബാക്ടീരിയ ആവുകയും നൈട്രിഫൈങ് ബാക്ടീരിയ നൈട്രേറ്റ് ആയി മാറുന്ന ടൈമിൽ നമ്മുടെ ടാങ്ക് സൈക്കിളായി നമുക്ക് മനസ്സിലാവാം. ഈ ഒരു മെത്തേഡ് വളരെ ചിലവ് കുറഞ്ഞൊരു മെത്തേഡാണ്, പക്ഷേ ഇതൊരു കാലതാമസം പിടിക്കും. നമുക്കൊരു 1 മന്ത് 1.5 മന്ത് ഒക്കെ ഈ ഒരു ടൈമിന് പിടിക്കും. അപ്പോൾ ഏതൊരു സൈക്ലിങ് കഴിഞ്ഞാലും നമ്മളൊരു 30% വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാനിവിടെ ഒരു 3 മെത്തേഡാണ് സൈക്ലിംഗ് മെത്തേഡ് ടോട്ടലായി കാണിക്കാൻ പോകുന്നത്. ഈ 3 മെത്തേഡും നിങ്ങൾക്ക് ഒരു വലിയ അക്വേറിയം ആയാലും നിങ്ങൾക്ക് ഈ സെയിം മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ടാങ്ക് സൈക്കിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നൊരു മറൈൻ അക്വേറിയം എങ്ങനെ സൈക്കിൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫിഷിൻ്റെ ഷോപ്പിലേക്ക് അമോണിയ ക്ലോറൈഡ് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെയാണ് നൈട്രിഫൈൻ ബാക്ടീരിയ, അതിൻ്റെ ലിക്വിഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇവ രണ്ടും നമ്മുടെ അക്വേറിയത്തിലേക്ക് ചേർക്കുക. അപ്പോൾ അമോണിയ നമ്മുടെ സൈക്കിൾ ചെയ്യുന്ന സമയത്ത് അമോണിയയും നൈട്രേറ്റും കൂടി നൈട്രിഫൈയും ബാക്ടീരിയ ആയിട്ട് മാറുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഇതിന് പകരം പല എഫിഷ്യൻസി ആയിട്ടുള്ള മെഡിസിൻ നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് കിറ്റുകളും നമുക്ക് ലഭ്യമാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് മൈക്രോബാക്ടർ എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് കിറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തേഡാണ് ഞാൻ
റെക്കമെൻഡ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മാക്സിമം 2 വീക്ക് 1 വീക്കിനുള്ളിൽ തന്നെ നമ്മുടെ ടാങ്ക് വളരെ പെട്ടെന്ന് തന്നെ ടാങ്ക് സൈക്കിളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഫിഷ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഫിഷ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ടാങ്ക് സൈക്കിൾ ചെയ്യാൻ വേണ്ടി വളരെ ഹാർഡി ആയിട്ടുള്ള ഫിഷ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലോൺ ഫിഷിനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സൈക്ലിങ്ങിന് എടുക്കുക. ക്ലോൺ ഫിഷ് ഒരു ഹാർഡിയായ ഫിഷാണ്, പക്ഷെ നമ്മൾ ആ ഫിഷ് ഡാംസിൽ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആവും. അപ്പോൾ നമ്മൾ ഒരു ഫ്രഷ് വാട്ടർ ഫിഷിനെ നമ്മളൊരു സോൾട്ട് വാട്ടർ ഫിഷായി കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മോളി ഫിഷ് നമുക്കതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. നമുക്ക് മോളി ഫിഷ് നമുക്കൊരു സോൾട്ട് വാട്ടർ ഫിഷായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സോൾട്ട് വാട്ടറിൽ നിന്ന് ഡ്രോപ്പുകളായിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇതിലേക്ക് ഇങ്ങനെ സോൾട്ട് വാട്ടർ ഇങ്ങനെ ഒഴിക്കുക. നമ്മളിങ്ങനെ കുറച്ചീശെ ഇങ്ങനെ ഒഴിക്കണം. അതായത് പെട്ടെന്ന് ഒഴിക്കരുത്. അതിന് ഒരു പെട്ടെന്ന് സ്ട്രെസ്സോ കാര്യങ്ങളൊന്നും വരാതെ മെല്ലെ മെല്ലെ ഇതിലേക്ക് ഇങ്ങനെ സോൾട്ട് വാട്ടർ ഇങ്ങനെ ഒഴിച്ച് നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ മിക്സ് ചെയ്തിട്ട് നമ്മളിതിനെ ഒരു സോൾട്ട് വാട്ടർ അക്വേറിയം ഫിഷായിട്ട് മാറ്റാൻ പോവാണ് മോളി ഫിഷിന് ഇങ്ങനെ ഒരു കഴിവും കൂടി ഉണ്ട്. അപ്പോൾ നമുക്കൊരു പെട്ടെന്ന് തന്നെ ഒരു വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് അക്വേറിയം സൈക്കിൾ ചെയ്യാൻ നമുക്ക് മോളി ഫിഷിനെ കൊണ്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ അക്ലിമേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഓൾറെഡി കണ്ട നമ്മുടെ ഫിഷിന് ഓൾറെഡി സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓൾറെഡി ഇങ്ങനെ സോൾട്ട് വാട്ടർ ഒഴിച്ച് ഇപ്പോൾ ഫുൾ സോൾട്ട് വാട്ടറിലാണ് നമ്മുടെ മോളി ഫിഷ് ഇങ്ങനെ നിൽക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ അക്വേറിയത്തിലേക്ക് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ മോളി ഫിഷിനെ എടുത്തിട്ട് നമ്മുടെ അക്വേറിയത്തിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ മോളി ഫിഷിനെ അക്വേറിയത്തിലേക്ക് നമ്മൾ ഇട്ടു. ഇപ്പോൾ നമ്മുടെ മോളി ഫിഷ് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ സോൾട്ട് വാട്ടർ അക്വേറിയത്തിലാണ് നമ്മളുടെ മോളി ഫിഷ്. ഇപ്പോൾ അതിന് നമുക്ക് ഫിഷ് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഫിഷിനൊരു പെട്ടെന്നൊരു സ്ട്രെസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഫിഷിന്. അപ്പോൾ നമുക്ക് ഈ മോളി ഫിഷിനെ നമുക്ക് ഒരു ബിഗിനേഴ്സ് ഫിഷ് എന്ന നിലയ്ക്ക് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം സോൾട്ട് വാട്ടർ ഫിഷായിട്ട്. ഈ ഫിഷിനെ നമ്മൾ ഫീഡ് ചെയ്യുന്നത് തൊട്ടിട്ട് നമ്മുടെ സൈക്ലിങ് സ്റ്റാർട്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഫിഷിനെ നമ്മൾ ഫീഡ് ചെയ്യുന്നത് തൊട്ടിട്ട് അമോണിയ സ്പൈക്ക് ആവുകയും അമോണിയ നൈട്രേറ്റായി മാറുകയും നൈട്രേറ്റായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ അക്വേറിയം ഓൾമോസ്റ്റ് സൈക്കിളായിരുന്നു. പക്ഷേ ഈ ഒരു സമയം നമുക്ക് ഒരു കുറച്ച് 1 മന്ത് അല്ലെങ്കിൽ 2 മന്തോ ഈ ഒരു സൈക്ലിംഗ് പ്രോസസ്സിനെ പിടിക്കും. പക്ഷേ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും വളരെ ചിലവ് കുറഞ്ഞൊരു രീതിയാണ് ഈ ഒരു രീതി. പക്ഷേ നമുക്ക് പെട്ടെന്ന് നമുക്ക് സൈക്ലിംഗ് കാര്യം ചെയ്യാൻ പറ്റില്ല, പക്ഷേ വളരെ ചിലവ് കുറഞ്ഞ രീതിയാണ്. അപ്പോൾ നമ്മളുടെ ഏതൊരു അക്വേറിയവും നമ്മൾ സൈക്ലിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു 30% വെള്ളം മാറ്റുന്നത് കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ അക്വേറിയം സൈക്കിളായതിന് ശേഷം നമ്മൾ ആദ്യം 2 ഫിഷിനെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ കൂടുതൽ ഫിഷിനെ ആഡ് ചെയ്യുമ്പോൾ ഫിഷിൻ്റെ ഫുഡ് വേസ്റ്റ് മൂലം അമോണിയ പെട്ടെന്ന് തന്നെ വർദ്ധിക്കുകയും ഫിഷുകൾക്ക് സ്ട്രെസ്സ് കാര്യങ്ങൾക്കൊക്കെയും കാരണമാവും. അപ്പോൾ നമ്മൾ അക്വേറിയം മെല്ലെ എസ്റ്റാബ്ലിഷിന് അനുസരിച്ചിട്ട് നമ്മൾ മെല്ലെ ഫിഷിനെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ മോളി ഫിഷുകൾ അത്ര വലിയ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ട. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സൈക്ലിംഗ് ചെയ്യാവുന്ന ഒരു വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ്. അപ്പോൾ ഞാനൊരു ബിഗിനർ എന്ന നിലയ്ക്ക് മുമ്പ് ഈ മെത്തേഡ് ഞാൻ യൂസ് ചെയ്തിരുന്നു. പക്ഷേ ഇതൊരു നമുക്ക് ടൈം പിടിക്കും, ഒരു 1 മന്ത് 2 മന്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ലിക്വിഡ് കാര്യങ്ങളാണ് പെട്ടെന്ന് യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഒരു അക്വേറിയം ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മാസീവ് വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈ ലിക്വിഡ് ആഡ് ചെയ്യാം. നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാർഡി ആയിട്ടുള്ള ഫിഷിനെ നിങ്ങൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക അക്വേറിയത്തിലേക്ക്. ക്ലൗൺ ഫിഷ് ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് തുടക്കക്കാർക്ക്. നിങ്ങൾക്ക് ക്ലൗൺ ഫിഷിന് ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഹാർഡി ആയിട്ടുള്ള ഫിഷ് തന്നെയാണ്. ആ ഒരു 10 വർഷമൊക്കെ ജീവിക്കുന്ന കാരണം നിങ്ങൾക്ക് ഒരു ക്ലൗൺ ഫിഷിനെ ആഡ് ചെയ്യാണ് ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ എല്ലാവർക്കും ഒരു ടാങ്ക് സൈക്കിൾ ചെയ്യാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു മറൈൻ ടാങ്ക് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൈക്കിൾ ചെയ്യാൻ ശ്രദ്ധിക്കും.